ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതീവ സങ്കീർണമായി തുടരുന്ന പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കസാക്കിസ്ഥാൻ സന്ദർശനം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. സാധാരണ നയതന്ത്ര സന്ദർശനങ്ങൾക്കുമപ്പുറം പുടിൻ സഞ്ചരിച്ച ഔദ്യോഗിക വിമാനം കസാക്കിസ്ഥാൻ അതിർത്തിയിൽ പ്രവേശിച്ചതു മുതൽ അരങ്ങേറിയ നാടകീയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ആഗോള ശ്രദ്ധ ആകർഷിക്കുന്നത്. ആകാശത്ത് റഷ്യൻ പ്രസിഡന്റിന്റെ വിമാനത്തെ യുദ്ധവിമാനങ്ങൾ വളയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പലവിധ ഊഹാപോഹങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ ഈ ആകാശ നീക്കത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം തികച്ചും നയതന്ത്രപരവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സൗഹൃദത്തിന്റെ പ്രകടനവുമായിരുന്നു. കസാക്കിസ്ഥാൻ വ്യോമസേനയുടെ അത്യാധുനിക ഫൈറ്റർ ജെറ്റുകളാണ് റഷ്യൻ പ്രസിഡന്റിന്റെ വിമാനത്തിന് അകമ്പടിയായി ആകാശത്തെത്തിയത്. ഒരു ലോക നേതാവിന് രാജ്യം നൽകുന്ന ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതിയുടെയും സുരക്ഷാ പ്രോട്ടോകോളിന്റെയും ഭാഗമായിരുന്നു ഈ അത്യപൂർവ ആകാശ കാഴ്ച. ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം വ്ളാഡിമിർ പുടിൻ സഞ്ചരിച്ച പ്രത്യേക വിമാനം കസാക്കിസ്ഥാന്റെ വ്യോമാതിർത്തിക്കുള്ളിലേക്ക് പ്രവേശിച്ച നിമിഷം മുതൽ തന്നെ കസാക്ക് വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ അതിനെ വലയം ചെയ്യുകയായിരുന്നു. തലസ്ഥാനമായ അസ്താനയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ റഷ്യൻ പ്രസിഡന്റിന്റെ വിമാനം സുരക്ഷിതമായി തൊടുന്നതുവരെ ഈ ഫൈറ്റർ ജെറ്റുകൾ കാവലായി ഒപ്പമുണ്ടായിരുന്നു. ഈ ആകാശ സുരക്ഷാ വ്യൂഹത്തിന്റെ ദൃശ്യങ്ങൾ റഷ്യൻ കസാക്ക് ഔദ്യോഗിക മാധ്യമങ്ങൾ തത്സമയം പുറത്തുവിടുകയും ചെയ്തു. റഷ്യയും കസാക്കിസ്ഥാനും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തവും യൂറേഷ്യൻ മേഖലയിലെ ശക്തമായ സൈനിക സഖ്യവും ലോകത്തിനു മുന്നിൽ വിളിച്ചോതുന്നതായിരുന്നു ഈ നീക്കം. പടിഞ്ഞാറൻ രാജ്യങ്ങളുമായും അമേരിക്കയുമായും പല മേഖലകളിലും സഹകരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് കസാക്കിസ്ഥാൻ എന്നതിനാൽ പുടിന് അവർ നൽകിയ ഈ സവിശേഷമായ സ്വീകരണം അന്താരാഷ്ട്ര നിരീക്ഷകർ വളരെ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കുന്നത്. തങ്ങളുടെ ആകാശത്ത് റഷ്യൻ നേതാവ് പൂർണ്ണ സുരക്ഷിതനാണെന്ന സന്ദേശമാണ് കസാക്കിസ്ഥാൻ ഇതിലൂടെ നൽകിയത്. അസ്താന വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയ റഷ്യൻ പ്രസിഡന്റിനെ സ്വീകരിക്കാൻ കസാക്കിസ്ഥാൻ പ്രസിഡന്റ് കാസിം ജോമാർട്ട് ടോക്കയേവ് നേരിട്ടാണ് എത്തിയത്. സാധാരണയായി പ്രോട്ടോകോൾ അനുസരിച്ച് വിദേശകാര്യ മന്ത്രിമാരോ മറ്റു ഉന്നത ഉദ്യോഗസ്ഥരോ എത്തുന്ന സ്ഥാനത്താണ് പ്രസിഡന്റ് ടോക്കയേവ് തന്നെ നേരിട്ടെത്തി പുടിനെ സ്വീകരിച്ചത്. ഇരു നേതാക്കളും തമ്മിലുള്ള വ്യക്തിപരമായ സൗഹൃദത്തിന്റെയും രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര മുൻഗണനയുടെയും തെളിവായിരുന്നു ഈ സ്വീകരണം. വിമാനത്താവളത്തിൽ പുടിനായി അതീവ പ്രൗഢഗംഭീരമായ ഔദ്യോഗിക സ്വീകരണ ചടങ്ങുകളാണ് കസാക്കിസ്ഥാൻ സർക്കാർ ഒരുക്കിയിരുന്നത്. കസാക്ക് സൈന്യത്തിന്റെ പ്രത്യേക ഓണർ ഗാർഡ് റഷ്യൻ പ്രസിഡന്റിന് സല്യൂട്ട് നൽകി ആദരിച്ചു. ഇതിനൊപ്പം ഇരു രാജ്യങ്ങളുടെയും ദേശീയ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് മിലിറ്ററി ബാൻഡ് സംഘം ചടങ്ങുകൾക്ക് കൂടുതൽ ഗാംഭീര്യം പകർന്നു. തികച്ചും ഉത്സവ പ്രതീതി ജനിപ്പിക്കുന്ന അന്തരീക്ഷങ്ങളായിരുന്നു വിമാനത്താവളത്തിലെ ചടങ്ങുകൾ നടന്നത്. യൂറേഷ്യൻ എക്കണോമിക് യൂണിയൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾക്കുമായിട്ടാണ് പുടിൻ അസ്താനയിൽ എത്തിയിരിക്കുന്നത്. നിലവിലെ ആഗോള സാമ്പത്തിക ഉപരോധങ്ങളുടെ പശ്ചാത്തലത്തിൽ റഷ്യയെ സംബന്ധിച്ച് ഈ സാമ്പത്തിക കൂട്ടായ്മയും കസാക്കിസ്ഥാന്റെ നിലപാടും സവിശേഷ പ്രാധാന്യമുള്ളതാണ്. പരസ്പര സാമ്പത്തിക സഹകരണം കൂടുതൽ ശക്തമാക്കുക എന്നതാണ് ഈ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. തന്ത്രപരമായ പങ്കാളിത്തം, സഖ്യബന്ധങ്ങൾ ശക്തിപ്പെടുത്തൽ, പ്രാദേശിക സുരക്ഷ എന്നിവയാണ് ഇരു രാജ്യങ്ങളുടെയും തലവന്മാർ തമ്മിൽ നടത്തുന്ന ഉന്നതതല ചർച്ചകളിലെ പ്രധാന അജണ്ടകൾ. മധ്യേഷ്യൻ മേഖലയിൽ ചൈനയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും സ്വാധീനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കസാക്കിസ്ഥാനെ തങ്ങളുടെ വിശ്വസ്ത പങ്കാളിയായി നിലനിർത്തേണ്ടത് റഷ്യയുടെ വലിയൊരു ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സന്ദർശനത്തിന് രാഷ്ട്രീയമായി വലിയ വ്യാപ്തിയുണ്ട്. അമേരിക്കൻ സഖ്യകക്ഷികളുമായി നല്ല നയതന്ത്ര ബന്ധം പുലർത്തുന്ന ഒരു രാജ്യം പുടിന്റെ വിമാനത്തിന് ഇത്തരമൊരു രാജകീയ അകമ്പടി നൽകിയത് പാശ്ചാത്യ മാധ്യമങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. റഷ്യയെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താൻ അമേരിക്കയും നാറ്റോ സഖ്യവും ശ്രമിക്കുമ്പോൾ മധ്യേഷ്യയിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായ കസാക്കിസ്ഥാൻ റഷ്യയോടൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്നതിന്റെ പ്രഖ്യാപനം കൂടിയായി ഇത് മാറി. സാധാരണയായി യുദ്ധവിമാനങ്ങൾ മറ്റൊരു വിമാനത്തെ വായുവിൽ വളയുന്നത് അടിയന്തര ഘട്ടങ്ങളിലോ ശത്രു വിമാനങ്ങളെ തുരത്തുന്നതിനുമാണ്. എന്നാൽ ഇവിടെ പുടിന്റെ സുരക്ഷയ്ക്കും അദ്ദേഹത്തോടുള്ള ആദര സൂചകവുമായിട്ടാണ് ഇത് ചെയ്തത്. ആകാശത്ത് അത്യാധുനിക യുദ്ധവിമാനങ്ങൾ റഷ്യൻ പ്രസിഡന്റിന്റെ വിമാനത്തിന് ഇരുവശത്തുമായി ചിറകോട് ചിറക് ചേർന്ന് പറക്കുന്ന ദൃശ്യങ്ങൾ ഡിജിറ്റൽ മാധ്യമങ്ങളിൽ വൻതോതിലാണ് വൈറലായത്. ഈ സന്ദർശനത്തിലൂടെ യൂറേഷ്യൻ മേഖലയിലെ സാമ്പത്തിക ഇടപാടുകൾ ഡോളറിന് പകരമായി പ്രാദേശിക കറൻസികളിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചുള്ള നിർണായക തീരുമാനങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്.
ഉപരോധങ്ങളെ പ്രതിരോധിക്കാൻ റഷ്യ നടത്തുന്ന ശ്രമങ്ങൾക്ക് കസാക്കിസ്ഥാന്റെ പിന്തുണ വലിയൊരു ഊർജമാകും. വ്യാപാര വ്യവസായ മേഖലകളിൽ പുതിയ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുമെന്നാണ് പ്രതീക്ഷ. കസാക്കിസ്ഥാൻ ഭരണകൂടം തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരവും വിദേശ നയത്തിന്റെ സ്വതന്ത്ര സ്വഭാവവും ഈ ഒറ്റ സംഭവത്തിലൂടെ ലോകത്തിനു മുന്നിൽ കാട്ടിക്കൊടുത്തു. വൻ ശക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ തങ്ങളുടെ അയൽ രാജ്യവും ദീർഘകാല സഖ്യകക്ഷിയുമായ റഷ്യയുമായുള്ള ബന്ധത്തിന് തങ്ങൾ നൽകുന്ന മുൻഗണന അവർ വ്യക്തമാക്കുകയായിരുന്നു. ഇത് റഷ്യൻ ഭരണകൂടത്തിന് വലിയ നയതന്ത്ര വിജയമായിട്ടാണ് കാണാൻ സാധിക്കുക. അസ്താന ഉച്ചകോടിക്ക് മുന്നോടിയായി നടന്ന ഈ നാടകീയമായ ആകാശ സ്വീകരണം വരും ദിവസങ്ങളിലെ ചർച്ചകളുടെ മൂഡ് നിശ്ചയിക്കുന്ന ഒന്നായി മാറി. റഷ്യൻ മാധ്യമങ്ങൾ കസാക്കിസ്ഥാന്റെ ഈ ഊഷ്മളമായ സ്വീകരണത്തെ വൻ പ്രാധാന്യത്തോടെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ഇത്തരത്തിലുള്ള ഔദ്യോഗിക ദൃശ്യങ്ങൾ സഹായിക്കും. സ്മാർട്ട് ഫോണുകളിലും ടെലിവിഷൻ സ്ക്രീനുകളിലും ഈ ദൃശ്യങ്ങൾ കണ്ട പലരും തുടക്കത്തിൽ ഇതൊരു സൈനിക അടിയന്തരാവസ്ഥയാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്നു. എന്നാൽ നയതന്ത്രത്തിന്റെ ആധുനികമായ മാസ് എൻട്രി ശൈലിയാണിതെന്ന് പിന്നീട് ബോധ്യപ്പെട്ടു. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പ്രതീകാത്മകമായ ഇത്തരം നീക്കങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ സംഭവം. വ്ളാഡിമിർ പുടിന്റെ കസാക്കിസ്ഥാൻ സന്ദർശനവും അതിനു മുന്നോടിയായി വ്യോമസേന നൽകിയ ആകാശ അകമ്പടിയും യൂറേഷ്യൻ രാഷ്ട്രീയത്തിൽ റഷ്യയുടെ സ്വാധീനം ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ്. വൻ ശക്തികളുടെ ചേരിതിരിവുകൾക്കിടയിലും തങ്ങളുടെ തന്ത്രപരമായ സഖ്യകക്ഷികളെ ഒപ്പം നിർത്താൻ റഷ്യക്ക് കഴിയുന്നുണ്ട്. വരും ആഴ്ചകളിൽ പശ്ചിമേഷ്യൻ യൂറേഷ്യൻ മേഖലകളിലെ പുതിയ സാമ്പത്തിക സമവാക്യ രൂപീകരണത്തിൽ ഈ അസ്താന കൂടിക്കാഴ്ച ഒരു പ്രധാന നാഴികക്കല്ലാകും.